ഹലോ! അപ്പോൾ ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഊട്ടിയിലാണുള്ളത് കേട്ടോ. ഫ്ലവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഊട്ടിയിലാണുള്ളത്. ഊട്ടിയിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പോയിട്ടോ. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോയതാണ്. ഒരു 1 മന്ത് 2 മന്ത്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴാണിത് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് രാത്രി ഒരു 12 മണി 1 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് നേരെ തന്നെ ഞങ്ങൾ കോസ്റ്റൽ ഗ്രാൻഡ് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. അവിടുത്തെ എന്താ പറയുക, ഞങ്ങൾ പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ ക്ലിയർ ട്രിപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഹോട്ടലിലോട്ടാണ് നമ്മൾ നേരെ ചെന്നത് കേട്ടോ. നമ്മൾ ആദ്യം ചെന്നിട്ട് ഞങ്ങൾ അവിടെ റിസോർട്ടിൽ ജസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ചെറിയ എന്താ പറയുക, സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ കുറേ ട്രെയിനേഴ്സും പിന്നെ സ്റ്റാഫ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ 2 വർഷത്തിന് മേലെയായി ഇവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ട്രിപ്പ് പോകുന്നത് ഇവരുടെ കൂടെ. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫ്രഷപ്പായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ബോട്ടിങ്ങിനാണ് വന്നത് കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിന് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും ടിക്കറ്റ് എടുക്കണ്ട. ഓക്കെ, നേരെ ഇവിടെ നിങ്ങൾ ഊട്ടി പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾ താഴെ ബോട്ടിൻ്റെ അവിടേക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് അറ്റത്തോട്ട് പോകണം. ഏറ്റവും അറ്റത്തുള്ളൊരു ബോട്ടിംഗ് ഉണ്ട്, അവിടെ പോയാൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും അവിടുത്തെ ചേട്ടന്മാർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ പേരുള്ളതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ കുറേ പേർക്ക് എന്താ പറയുക, ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ പെഡൽ ബോട്ടിങ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ശരി ഓക്കെ എന്ന് ചോദിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ട് നല്ല എന്താ പറയുക, ഇത് അവരറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് നല്ല അത്യാവശ്യം കുറേ പേരുള്ളതുകൊണ്ട് ഡിസ്കൗണ്ടും കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഒരു 4-5 ഇതായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്തു, അവിടെയൊക്കെ അടിച്ചു പൊളിച്ചു. പിന്നെ ഇവിടെ ബോട്ടിംഗ് നിങ്ങൾ ആദ്യം വരികയാണെങ്കിൽ ഇവിടെ ഒന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. പർച്ചേസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല കത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം റേറ്റൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കത്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം എന്താ പറയുക, അധികം ഒന്നും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. എല്ലാ ഷോപ്പുകളിലും അത്യാവശ്യം കത്തിയായിരുന്നു. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഷോപ്പിൽ നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു, വെറൈറ്റി പീസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫി അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ, ജസ്റ്റ് ഓടിച്ച് എടുത്തോട്ടെ. ഇവിടെ ബോട്ടിംഗ് സൈഡിൽ ഇവിടെ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് പർച്ചേസിങ്, നമ്മൾ മെയിനായിട്ടും പർച്ചേസിങ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കരുത്, പുറത്തുനിന്ന് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം റീസണബിളായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് വാങ്ങിക്കാനും ഒക്കെ പറ്റിയ കുറേ ടോയ്സും അതും. ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ തൊട്ടിപ്പുറത്തുള്ള തന്നെയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറേ വെറൈറ്റി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കാണാത്ത ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഷോപ്പിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ ഐറ്റംസിനൊക്കെ 60, പിന്നെ ഇതിനൊക്കെ കുറച്ചും കൂടി റീസണബിളായിട്ട് തോന്നി. പക്ഷേ കളിപ്പാട്ടങ്ങൾക്കൊക്കെ നല്ല റേറ്റ് തോന്നി കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിനൊക്കെ അത്യാവശ്യം നല്ല 200, 190 ആ ഒരു റേറ്റൊക്കെ ഉണ്ട്. ഇതൊന്നും കുഴപ്പമില്ല, റീസണബിളാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, വേറെ ഐറ്റംസിനൊക്കെ കുറച്ച് എന്താ പറയുക റേറ്റ് ഉള്ള പോലെ തോന്നിയിട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങി. മെയിനായിട്ട് നമുക്ക് പർച്ചേസിങ് ആണ് ഉള്ളത്. അതുകൊണ്ട് ബോട്ടിങ് ഞാൻ കുറേ സ്ഥലത്തൊക്കെ ബോട്ടിങ് ചെയ്തുകൊണ്ട് ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറുമ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഈ പർച്ചേസിങ്ങിലോട്ട് പോയിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഹോട്ടലിലോട്ടാണ്. ഹോട്ടലിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു മോശം സ്ഥിതിയായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ഒരു 2 o'clock 2:30 വരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഭക്ഷണം തന്നെ കിട്ടിയത് കേട്ടോ.
കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്കൊന്നും തികഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ക്ലിയർ ട്രിപ്പിനെ വിളിച്ചിട്ട് അവരുടെ ആ ഒരു വഴിയാണല്ലോ നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അവരെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് ഹോട്ടലിലോട്ട് വിളിച്ചു. ഫുഡ് ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. അപ്പോൾ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, അതിനൊന്നും നമ്മൾ കുറ്റം പറയില്ല. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഇത്രയും ലേറ്റ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ വിശന്നിരിക്കുകയല്ലേ. പിന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിൻ്റെ അവിടേക്ക് പോയി. പക്ഷേ നിങ്ങൾ ഇതിൽ കയറണം കേട്ടോ. ഞങ്ങളിത് പെട്ടെന്ന് ഞങ്ങൾ തലേദിവസം അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെയാണ് ബുക്ക് ചെയ്തിട്ട് പെട്ടെന്നൊരു ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതായാലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ വരുമ്പോൾ ലാസ്റ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ ജസ്റ്റ് കാണാനെങ്കിലും പറ്റിയതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ അത് ജസ്റ്റ് കണ്ട് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രിപ്പ് 1 hourൻ്റെ ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ മോർണിംഗ് 6-നുണ്ട്, പിന്നെ ഈവനിങ് 6 ലാസ്റ്റ് 6 ആണെന്ന് തോന്നുന്നു ലാസ്റ്റ്. അത് നിങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കറങ്ങാൻ പറ്റും. ഊട്ടി വന്നിട്ട് ഇവിടെ കയറണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തായാലും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തകർത്ത് എടുത്തു. പിന്നെ അത് അടിച്ചു പൊളിച്ചു കേട്ടോ കറക്റ്റായിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ചൊക്കെ കറങ്ങിയതിന് ശേഷം ജസ്റ്റ് രാത്രിയിൽ വീണ്ടും എല്ലാം നമ്മൾ ലഞ്ചും ഡിന്നറും നമുക്ക് ഹോട്ടലിൽ തന്നെയായിരുന്നു കേട്ടോ, റിസോർട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഞങ്ങൾ പോസ്റ്റായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അപ്സെറ്റ് ആയത് കേട്ടോ. എന്താ വെച്ചാൽ ഒരു 8 മണിക്ക് ഞങ്ങൾ വന്നിരിക്കുന്നതാണ്. ഒരു 8:30 9 മണിക്ക് ആയിട്ടും നമുക്ക് ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി കേട്ടോ. നെക്സ്റ്റ് ഡേ പിന്നെ നമ്മൾ ആദ്യം പോയത് മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു. ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഇവിടെ ഈ ഒരു ഗ്ലാസ് ഹൗസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ നമുക്ക് അത്ര 20 റുപ്പീസോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ ഏകദേശം എല്ലാ സ്ഥലത്തെയും ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ ഒരേപോലെ ആയിരിക്കും. പിന്നെ ഊട്ടി വന്നിട്ട് നമ്മൾ ഓക്കെ ശരി കാണാം എന്നുള്ള ലെവലിൽ വന്നു. അത്യാവശ്യം ജസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഹൗസ് നന്നായിട്ടുണ്ടായിരുന്നു. കുറേ ടൈപ്പ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഗാർഡനൊക്കെ കണ്ട് ജസ്റ്റ് രാവിലെ ആദ്യം തന്നെ വന്നത് ഇങ്ങോട്ടാണ്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ നെക്സ്റ്റ് ടൈം വരുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് വരണം. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ബൊട്ടാനിക്കൽ ഗാർഡൻ, പിന്നെ എന്താ പറയുക മറ്റേ സൂയിസൈഡൽ പോയിൻ്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടം ഉള്ളവർക്കൊക്കെ കാണാനും ഇതൊക്കെ ഉണ്ട്, സംഭവം ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിത് ശരിക്കും വീഡിയോ ഒന്നും എടുക്കണം എന്ന് വിചാരിച്ചല്ല കേട്ടോ. പിന്നെ ഓക്കെ ശരി, ജസ്റ്റ് ഒന്ന് ഓർമ്മകളല്ലേ ഇതൊക്കെ. അപ്പോൾ നമുക്കായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തോളൂ. ജസ്റ്റ് കുറച്ച് വീഡിയോസാണ് എല്ലായിടത്തും എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഒരു വീഡിയോ എടുക്കേണ്ട മാതിരി ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും ഇതൊക്കെയാണല്ലോ നമുക്ക് ഓർമ്മകളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയത് ടീ മ്യൂസിയത്തിലോട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂയിസൈഡ് പോയിന്റിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ടീ ഉണ്ടാക്കണ കാര്യങ്ങളും അതിൻ്റെ എല്ലാം. പിന്നെ ഇവിടെ നിന്നൊരു ചായ കിട്ടി, എൻ്റെ അമ്മോ അടിപൊളി ചായ. ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ചായയുടെ എന്താ പറയുക ചായപ്പൊടി വാങ്ങിക്കാണ്ട് ആരും തിരിച്ചു പോകില്ല കേട്ടോ. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയാന്ന് തോന്നുന്നു ഇവർ ഫ്രീ ആയിട്ടാണ് ഇവിടെ ചായ കൊടുക്കുന്നത്. അപ്പോൾ ചായയൊക്കെ ഞാൻ 2 ഗ്ലാസ് കുടിച്ചു കേട്ടോ. ഞാൻ ചായ പ്രാന്തിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പിന്നെ 2-3 പാക്കറ്റ് ചായപ്പൊടിയും ഒക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ. നമുക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ കുറേ എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ എങ്ങനത്തെ ടൈപ്പാണ്, എന്താണ് അങ്ങനെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. അപ്പം നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ടീ എങ്ങനെയാണ് ഇലകൾ ഇങ്ങനെ ആക്കി കൊണ്ടുപോയി ഇതെങ്ങനെയാണ് ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും ഇതൊക്കെ കാണാനും, എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കാണാനൊക്കെ നല്ല രസമാണ് ശരിക്കും കാണാൻ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാൻ അവർക്കും നല്ല ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ കണ്ടോ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ഓരോ ടൈപ്പ് ഇങ്ങനെ ആദ്യം തന്നെ ഇവർ ചെല്ലുമ്പോൾ നമുക്ക് ചോക്ലേറ്റ്സും തരും കേട്ടോ. ഇവിടെ ചോക്ലേറ്റ്സും ഉണ്ട്, ടീ ഫാക്ടറിയാണ്. അപ്പോൾ ചോക്ലേറ്റും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് 2-3 ചോക്ലേറ്റ്സ് തരും. അവർ ഉണ്ടാക്കണത് തന്നെയാണ്. അതും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2-3 ടൈപ്പ് ആകുമ്പോൾ ഏത് ടൈപ്പാണ് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വാങ്ങിക്കുകയും ചെയ്യാം.
അപ്പോൾ ഊട്ടിയിൽ പോകണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തോളൂ. നമുക്ക് നല്ല ചായപ്പൊടിയും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് അടിപൊളിയാണ്. ഇവിടുത്തെ ചായ പിന്നെ ഫ്രീ ആയിട്ട് ചായയും കിട്ടും. അപ്പോൾ ചായയൊക്കെ ഇഷ്ടം പോലെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കുടിക്കാം. ചോക്ലേറ്റ്സ് അവർ വീണ്ടും രണ്ടാമതൊന്നും തരില്ല കേട്ടോ. ചോക്ലേറ്റ്സ് വൺ ടൈം എൻട്രി ചെയ്യുമ്പോൾ അവർ അപ്പം തന്നെ തരും. പിന്നെ ചായ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ട് വീണ്ടും തിരിച്ച് വരാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടോ, ഇവിടെ ഫുള്ളായിട്ട് ഏത് ടൈപ്പ് ചോക്ലേറ്റ്സ് വേണമെങ്കിൽ ആൽമണ്ട്സോ ഹേസൽനട്ടോ അങ്ങനത്തെ റോസ്റ്റഡ് കാരമൽ ഏത് വേണമെങ്കിലും ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ക്രിസ്പി നട്ടീസും ബട്ടർ സ്കോച്ചിൻ്റെയും എന്താ പറയുക എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വന്നു. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ എന്താ പറയുക സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോയത് സൂയിസൈഡ് പോയിന്റിലോട്ടാണ്. അവിടെ നിന്ന് നേരെ സൂയിസൈഡ് പോയിന്റിലോട്ട് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എണ്ണ എടുത്തിട്ട് വിടുകയാണ്. സൂയിസൈഡ് പോയിന്റ് അല്ല, അതുകൊണ്ട് എണ്ണ എടുത്തിട്ടാണ് വിടുന്നത് കേട്ടോ. ഇനി തിരിച്ചു വരുമ്പോൾ ആൾക്കാരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് തമാശയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ അവിടെ തന്നെ നമുക്ക് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ സ്ഥലത്ത്. ഇവിടെയാണ് ശരിക്കും പോകേണ്ടത്. നിങ്ങൾക്ക് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വേഗം ഓടിച്ച് ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് തന്നെ അറിയുന്നത് കേട്ടോ. കുറേ പേര് ഇങ്ങനെ ടോയ്സും ഇങ്ങനത്തെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു പകുതി റേറ്റാണ് ഇവിടെ ഉള്ളൂ. അവിടെയൊക്കെ കുറച്ച് കത്തിയായിരുന്നു. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. ഈ ഒരു ക്യാപ്പിനൊക്കെ ചിലപ്പോൾ 20 റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനത്തെ കുറേ ഇയറിങ്സും കുറേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് ഒന്ന് ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല കുറവിന് കിട്ടും കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ കുറേ ക്യാപ്സ്, പിന്നെ എന്താ പറയുക ചെരുപ്പുകളുണ്ട്. അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് നമുക്ക് വീട്ടിലൊക്കെ ഇടുന്നത്. പിന്നെ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ വെറൈറ്റി ടൈപ്പ് ഇങ്ങനെ കല്ലൊക്കെ വെച്ചത് മാർബിളിൻ്റെ പോലത്തെയും അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി പതുക്കെ നടക്കലും പിന്നെ സ്നാക്സൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ നോക്കി പതുക്കെ നമുക്ക് എൻജോയ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലത്തേക്ക് വരാനാണ് കൂടുതലും ഒന്നും കൂടി ഇഷ്ടം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൂടുതലിങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം കാലമൊന്നും വേനിക്കില്ല. പ്രത്യേകിച്ച് ലേഡീസിനാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഷോപ്പിംഗ് അല്ലേ, പ്രശ്നമില്ല. നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും ഇങ്ങനെ നടന്നു പോവാം. ഇത് നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അധികം ഇതങ്ങനെ ഫീൽ ചെയ്യാത്തത്. ഞാനൊക്കെ ഫുള്ള് ഇങ്ങനെ സ്ലോ മോഷൻ കളിച്ചിങ്ങനെ നടക്കായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങളെടുത്ത് നോക്കി പതുക്കെ നടന്ന് എത്ര റേറ്റൊക്കെ നോക്കി കുഞ്ഞു സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലും കുട്ടികൾക്കും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നോക്കി നമുക്ക് ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി റീസണബിളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ തപ്പി എടുക്കണം. പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കി എടുക്കണം. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ട് ഇതൊക്കെയാണ് നമുക്ക് മുകളിൽ കാണാനുള്ളത്. അടിപൊളിയായിരുന്നു. വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ടോപ്പിൽ നിന്നിട്ട് കാണണമെങ്കിൽ കാണാം. പിന്നെ നമുക്ക് അടിയിലേക്ക് ഇറങ്ങി പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ ഇതേ വണ്ടിയിലൊക്കെ കയറി അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു 1-2 ഡേ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പെട്ടെന്ന് തീരുമാനം എടുത്തുകൊണ്ട് പെട്ടെന്നായിരുന്നു ബസ് ബുക്ക് ചെയ്യലും, പെട്ടെന്നായിരുന്നു എന്താ പറയുക ഹോട്ടൽ ബുക്ക് ചെയ്യലും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി വേണം ചെയ്യാൻ കേട്ടോ.